തലയ്ക്ക് ഒട്ടും ചെലവില്ലാതെ മുഖം തിളങ്ങണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെയുള്ള രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഒരു സ്ക്രബ്ബർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒട്ടും കെമിക്കലുകളൊന്നുമില്ലാത്ത, അതെ, ഒന്ന് തക്കാളി ഒന്ന് പഞ്ചസാര, രണ്ട് സംഭവം മാത്രം മതി. ഞാൻ എപ്പോൾ ഇത് ട്രൈ ചെയ്താലും ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് രണ്ടും. ഇതൊരു അടിപൊളി സ്ക്രബാണ്. നമ്മുടെ കിച്ചണിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും അധികം ചിലവില്ലാത്ത ഇൻഗ്രീഡിയൻസും ആണ്. ഞാനുണ്ടല്ലോ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കുറേ നാളായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ അതാണ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മൂഡാണ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുവൻ തക്കാളി ഒന്നും വേണ്ട, ഹാഫ് പോലും വേണ്ട, ചെറിയൊരു ഭാഗം മാത്രം മതി. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നുള്ളത്. നമുക്ക് ശരിക്കും ഉണ്ടല്ലോ അതെ, ഒരു കുഞ്ഞ് ഹാഫ് പോലും വേണ്ട, ഇത്ര മതി തക്കാളി. ഇത് ഞാനിനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഈ പഞ്ചസാരയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യാൻ പോവാണ്. നല്ല രീതിക്ക് ഇത് ഡിപ്പ് ചെയ്യണം. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പൊടി പഞ്ചസാരയാണ്. ഈ പൊടി പഞ്ചസാര വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുന്ന ചില പഞ്ചസാരകൾ ഇത്തിരി നല്ല വലുപ്പമുള്ള പഞ്ചസാരയായിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടും. തിന്നാൻ തോന്നുന്നു. ഇത് കണ്ടോ, സെറ്റായിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ ക്ലീൻ ഫേസിൽ വേണം, ഫേസൊക്കെ നന്നായി കഴുകി തുടച്ചതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്താലോ? ഈ ഒരു സ്ക്രബ് ഞാൻ കണ്ടുപിടിച്ച ഐറ്റമൊന്നും അല്ല കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒന്നാണ്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ, നിങ്ങൾ ജെൻ്റ്ലി മസാജ് ചെയ്യണം. അതായത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഉരയ്ക്കരുത്, മനസ്സിലായോ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ടീഷർട്ടൊന്നും ഇടരുത്, വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രം ഇടണം, അല്ലെങ്കിൽ ഇതേമാതിരി എല്ലായിടത്തേക്കും ആവും. ശരിക്കും പറഞ്ഞാൽ തക്കാളിയും പഞ്ചസാരയും നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റാൻറ്റ് ഗ്ലോ നമുക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡെഡ് സെൽസ് പെട്ടെന്ന് നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോ അവിടെ ഉണ്ടാവും. ഇനി ഇതിൽ പഞ്ചസാര തരികളാണെങ്കിൽ നമ്മളുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസിന് മൃദുവായി നീക്കം ചെയ്യാനും സഹായിക്കും. ഇത് നമ്മുടെ ചർമ്മത്തിനെ കൂടുതൽ മൃദുവാക്കും. എൻ്റെ താടിയുടെയും അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അതിന് റിസൾട്ടും ഉണ്ടാവും കേട്ടോ. ഞാനത് കൂടുതലും ചെയ്യാറുള്ളത് എപ്പോഴാണെന്നറിയോ, നമ്മുടെ ഫേസിന് ഭയങ്കര തളർച്ചയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത്. അതായത് ഈ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ മുഖത്തെ ഫ്രഷ്നെസ് കൊണ്ടുവരും. വലിയ പഞ്ചസാരയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര തരികളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം, എന്തൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിലെങ്ങാനും വെച്ച് നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏതൊരു സാധനമാണെങ്കിലും ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആവണമെന്നില്ല, ചിലവർക്ക് അലർജറ്റിക് പ്രോബ്ലം ഉള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്, ഡോണ്ട് സ്ക്രബ് ടു ഹാർഡ്. പതുക്കെ ജെന്റ്ലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വേണ്ടൂ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് നേരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നാച്ചുറൽ സ്ക്രബാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകി കളയാനും പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമൊക്കെ പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക് ഇറങ്ങരുത്. ഇതെന്നല്ല, എന്തൊരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്താലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുക. അപ്പോൾ ഈ നമ്മൾ സ്ക്രബ് ഇവിടെ യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ ബഹളം വെച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇനി ഞാൻ ഫേസൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്യട്ടെ. ഇത് നമ്മൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെയിലത്തേക്ക് ഇറങ്ങരുത്. ഫേസ് ഭയങ്കര ഡള്ളാവും. അത് ഇതെന്നല്ല, നിങ്ങൾ എന്തൊരു ഫേഷ്യലാണോ അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങരുത്. എന്താ പറയുക, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫ്രഷ്നെസ്, നമ്മുടെ ഫേസിൽ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ശേഷം ഇപ്പം ഞാനിവിടെ ഫേസ് ഒപ്പി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അമർത്തി ഇങ്ങനെ ഉരയ്ക്കൊന്നും ചെയ്യരുത്, ഒരിക്കലും ടവൽ വെച്ചിട്ട്. ഇത് ഇപ്പോഴും ഫേസിന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അപ്പോൾ അതും കൂടിയും ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്ക്രബാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അടുത്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.